മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു പിള്ള. സിനിമ സീരിയൽ രംഗത്ത് ഒരുപോലെ സജീവമായ നടി. 1991 തത്തമ്മേ പൂച്ച പൂച്ച എന്ന ടെലിവിഷൻ ഫിലിമാണ് മഞ്ജു ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് സിനിമകളിലും സീരിയലുകളിലും നടി ഒരുപോലെ സജീവമായി. ഹാസ്യ വേഷങ്ങളായിരുന്നു മഞ്ജു ആദ്യം ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് സീരിയസ് വേഷങ്ങളും മഞ്ജു ചെയ്യുവാൻ തുടങ്ങി. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത തട്ടിയും മുട്ടിയും എന്ന സീരിയലിലും മഞ്ജു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. 2021 പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രത്തിൽ മഞ്ജു അഭിനയിച്ച ആനിയമ്മ എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക നിരൂപണം ലഭിച്ചിരുന്നു. ഇപ്പോൾ ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ ഏറെ എൻജോയ് ചെയ്ത സെറ്റിനെ കുറിച്ച് പറയുകയാണ് നടി. മഴയത്തു മുൻപേ എന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചാണ് മഞ്ജു സംസാരിക്കുന്നത്. പിന്നെ കമൽ സാറിന്റെ പടമായിരുന്നില്ലേ? കമൽ സാറിനെ കാണുമ്പോൾ അദ്ദേഹം ഇടയ്ക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയും. ക്യാരവാനൊന്നും ഇല്ലാത്ത കാലമായിരുന്നു അത്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു മുറിയിലുണ്ടാകുക. ആനയൊക്കെ കൂടെയുണ്ടാകും. ആരുടെയെങ്കിലും ഒരാളുടെ മുറിയിൽ സംസാരിച്ചിരിക്കും. വർക്കില്ലെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ഡ്രസ്സ് വരെ പരസ്പരം മാറി മാറി ഇട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു, മഞ്ജു പിള്ള പറഞ്ഞു. താൻ ആദ്യമായി മമ്മൂട്ടിയെ കണ്ടതെപ്പോഴാണെന്നും നടി അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഗോളാന്തര വാർത്തയുടെ സമയത്താണ് മമ്മൂക്കയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് മാറി നിന്ന് അദ്ദേഹത്തെ ആരാധനയോടെ നോക്കി നിൽക്കുകയായിരുന്നു. പേടിച്ചിട്ടാകും അത്. പിന്നെ മഴയത്തു മുമ്പേ എന്ന സിനിമയിലെത്തിയപ്പോൾ അതൊക്കെ മാറി. ആ സമയത്താണോ മമ്മൂക്കയുമായി അടുത്തത് എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ അടുത്തു. പേടിയൊക്കെ പോയത് ആ സമയത്താണ്. പിന്നെയും കുറച്ചു കഴിഞ്ഞാണ് ഓക്കെ ആയത്, മഞ്ജു പിള്ള പറഞ്ഞു.